ഫാക്ട്സ് മലയാളം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. ഈ വീഡിയോ മുഴുവൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എങ്ങനെ ഇടം പിടിക്കാമെന്നും അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും മനസ്സിലാക്കാം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? 1. വസ്ത്രത്തിലൂടെ ഹൃദയം കീഴടക്കാം. നിങ്ങൾ മനോഹരമായി വസ്ത്രം ധരിക്കുകയും നല്ല മണമുള്ള പെർഫ്യൂം ഒക്കെ അടിക്കുകയുമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ നല്ല ലുക്ക് ഉണ്ടാകുമെന്നു മാത്രമല്ല, നിങ്ങൾ നല്ല അച്ചടക്കമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണെന്നും നിങ്ങൾ വളരെ പക്വതയുള്ള വ്യക്തിയാണെന്നും നിങ്ങൾ പ്രണയിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ വസ്ത്രസങ്കല്പത്തിനനുസരിച്ച് നിങ്ങളും വസ്ത്രങ്ങൾ ധരിക്കുക. അതായത് നിങ്ങൾ പ്രണയിക്കുന്ന ആൾ സ്ഥിരമായി നാടൻ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളും അതുപോലെ നാടൻ വസ്ത്രങ്ങൾ ധരിക്കുക. ഇനി നിങ്ങളുടെ പ്രണയിനിക്ക് മോഡേൺ വസ്ത്രങ്ങളാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളും ആ രീതിയിൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുക. ദിവസവും കുളിച്ചൊരുങ്ങുക. നല്ല പൂക്കളുടെ മണമുള്ള പെർഫ്യൂം ഉപയോഗിക്കുക. എന്നാൽ ആൾക്കാർക്ക് അടുത്തു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരം മൊത്തം പെർഫ്യൂം അടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പല്ലുകളും വായും. ഇവ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. മെന്റ് അല്ലെങ്കിൽ ബബിൾഗം ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നറുമണം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നല്ല ക്ലീനായി ഷേവ് ചെയ്യുക. നിങ്ങൾ താടി വളർത്തുന്ന ആളാണെങ്കിൽ എപ്പോഴും താടി നല്ലവണ്ണം വെട്ടി ഒതുക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും അലക്കി തേച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. 2. മാന്യന്മാരായി ചങ്ങാതിമാരാവാം. നിങ്ങൾ നല്ല മാന്യമായി സംസാരിക്കുന്ന ആളാണെങ്കിൽ ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ നിങ്ങളെ ഏതൊരു വ്യക്തിയും ഓർത്തുവയ്ക്കും. ആളുകളോട് നന്നായി പെരുമാറാനും സംസാരിക്കാനും കഴിവുള്ള ആളുകളെ പെൺകുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമല്ല മറ്റുള്ളവരോടും സംസാരിക്കുമ്പോൾ മാന്യമായും സ്നേഹത്തോടെയും പെരുമാറുക. പ്ലീസ്, താങ്ക് യു മുതലായ ഫോർമൽ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുക. എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുൻപ് അനുവാദം ചോദിക്കുക. നിങ്ങൾ ഒരു വാതിലിലൂടെ കടന്നുപോവുകയാണെങ്കിൽ വാതിൽ തുറന്നുവെച്ച് മറ്റുള്ളവരെ കൂടെ വാതിലിലൂടെ കടന്നുപോകാൻ സഹായിക്കുക. കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുക മുതലായ ഫോർമൽ രീതികൾ പിന്തുടരുക. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ മോശം പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പബ്ലിക്കിന് മുൻപിൽ ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും നല്ല മുഖം മാത്രം കാണിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ നിങ്ങളെപ്പറ്റി നല്ല മതിപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. 3. ബുദ്ധിപരമായി സംസാരിക്കുക. നമ്മൾ എല്ലാവരും പല സന്ദർഭങ്ങളിലും പല മണ്ടത്തരങ്ങളും പറയാറുണ്ടാവും. അതുപോലെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ ശരിയായ ഉത്തരമാകില്ല നൽകുന്നത്, പ്രത്യേകിച്ച് ഫോണിലൊക്കെ നോക്കി സംസാരത്തിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സമയത്ത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ ഇതുപോലെ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പറയുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. അതുപോലെ സംസാരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ എന്താണ് അവളുമായി സംസാരിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി ആലോചിച്ച് പ്ലാൻ ചെയ്തു വെക്കുന്നത് നല്ലതാണ്. മറ്റുള്ള പെൺകുട്ടികളെപ്പറ്റി പരാമർശിക്കാതെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെപ്പറ്റി മോശം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മോശം അഭിപ്രായമുള്ള ഒരാളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ചിലപ്പോൾ വളരെ നല്ല അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് തമാശയായി പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ലാതിരിക്കാൻ എപ്പോഴും മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ മാത്രം സംസാരിക്കുക. അനവസരത്തിലുള്ള തമാശ സംസാരങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ തമാശ ആസ്വദിക്കുന്നതുപോലെ നിങ്ങളെ അടുത്ത് പരിചയമില്ലാത്ത വ്യക്തികൾ നിങ്ങളുടെ തമാശകൾ ആസ്വദിക്കണമെന്നില്ല. അതുകൊണ്ട് ആദ്യ കണ്ടുമുട്ടലിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. 4. സത്യസന്ധമായ അഭിനന്ദനങ്ങൾ വഴി മനസ്സ് കീഴടക്കാം. നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ മനോഹരമായ ചിരിയോ കണ്ണുകളോ സംസാരമോ അവരുടെ ബുദ്ധിയോ എന്തുമാകാം, അതിനെക്കുറിച്ച് അഭിനന്ദിച്ച് സംസാരിക്കുക. നിങ്ങൾ ശരീര ആകർഷണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ കണ്ണുകളെക്കുറിച്ചും ചിരിയെക്കുറിച്ചും മാത്രം അഭിപ്രായം പറയാൻ ശ്രദ്ധിക്കുക. അഭിപ്രായങ്ങൾ സത്യസന്ധമായിരിക്കണം. എന്നാൽ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കിടയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അവളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിൽക്കുമ്പോഴോ പെട്ടെന്ന് ഇത് പറയുന്നത് നന്നാവില്ല. അധികം ആൾക്കാരില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയത്ത് മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ അവരെ അറിയിക്കാം. പറയുന്ന കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ 2-3 വാക്കിൽ പറയുക. എന്താണ് പറയുന്നതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഈ വസ്ത്രം വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നതും ഈ വസ്ത്രത്തിൽ നിന്നെ കാണാൻ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നതും 2 അർത്ഥമാണ്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വളരെ സ്പെഷ്യലാണെന്ന് അവളെ ബോധ്യപ്പെടുത്തുക. അവൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഉടനെ മറുപടി അയക്കുക. അവൾക്ക് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് തിരക്കാണെങ്കിലും സമയം കണ്ടെത്തുക. അവരെ സംസാരിക്കാൻ അനുവദിക്കുക. സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങളും സംസാരിക്കുക. അവളുടെ ഇഷ്ട ഹോബികളെക്കുറിച്ചും ബുക്കിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുക. ഇത് നിങ്ങളുടെ സംസാരം വളരെ അനായാസകരമാക്കും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഇടം കണ്ടെത്താൻ കഴിയും. 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ?
ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലോ? നിങ്ങൾ നിങ്ങളുടെ പ്രണയം ഇതുവരെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് തുറന്നു പറയാൻ എങ്ങനെ തയ്യാറെടുക്കാമെന്ന് നോക്കാം. 1. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക എന്നതാണ്. അത് പഠിക്കാനുള്ള പാഠങ്ങളാവാം, അല്ലെങ്കിൽ ചെയ്തു തീർക്കാനുള്ള ജോലികളാകാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കാലത്തേക്ക് മാറ്റിവെച്ച ഒരു ട്രിപ്പ്, അങ്ങനെ എന്തുമാക്കാം. അതൊക്കെ ചെയ്തു തീർക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കും. ആത്മവിശ്വാസം കൂടുന്നത് നിങ്ങളുടെ ജീവിതത്തിനുമേൽ നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകും. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സുഹൃത്തിനോട് തുറന്നു പറയാൻ ഇത് തീർച്ചയായും സഹായിക്കും. 2. നിങ്ങളുടെ സുഹൃത്തിൽ നിന്നും ചെറിയ കാലത്തേക്ക് ഒരു അകലം പാലിക്കുക. സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് മാറാൻ ഈ അകൽച്ച സഹായിക്കും. നിങ്ങളുടെ സുഹൃത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചു കാലത്തേക്ക് മറ്റൊരു പ്രധാന വിഷയത്തിൽ തിരക്കിലാണെന്ന് പറയുക. പഠനമോ ജോലിയോ എന്തുമാകാം ഇത്. ഫോൺ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം സംസാരിച്ച് കാൾ കട്ട് ചെയ്യുക. എന്നാൽ വളരെ നല്ല രീതിയിൽ മാത്രം സംസാരിക്കാൻ ശ്രദ്ധിക്കുക. 3. ഒരു ചെറിയ അകൽച്ചയ്ക്ക് ശേഷം നിങ്ങൾ അവളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ സൗഹൃദം അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുക. നിങ്ങളുടെ ഏറ്റവും നല്ല ലുക്കിൽ അവളെ കാണാൻ പോവുക. അവൾ നിങ്ങളുടെ മാറ്റം ശ്രദ്ധിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക. നിങ്ങളുടെ പ്രണയം അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവളോട് സംസാരിക്കുക. തുടർന്നുള്ള കണ്ടുമുട്ടലിൽ സമയം നീട്ടിക്കൊണ്ടുപോകാതെ നിങ്ങളുടെ പ്രണയം തുറന്നു പറയുക. ഈ 3 സ്റ്റെപ്പുകളും പിന്തുടർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങളുടെ പ്രണയം തുറന്നു പറയാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവളുടെ തീരുമാനത്തെ മാനിക്കുക എന്നതാണ്. അവൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായി മാത്രം കാണാനാണ് താൽപ്പര്യമെങ്കിലോ ആ അഭിപ്രായത്തെ മാനിച്ച് അതിനനുസരിച്ച് പെരുമാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് സംസാരിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നാൽ ശരിയായ രീതിയിൽ നീങ്ങുകയാണെങ്കിൽ അധികം പ്രയാസമില്ലാതെ ഇക്കാര്യം ചെയ്യാൻ കഴിയും. 1. കോൺഫിഡൻസ് എന്നത് വളരെ ആകർഷകമായ കാര്യമാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ അവളുടെ അടുത്തേക്ക് പോവുക. നിവർന്നു നിൽക്കുക. കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. 2. സന്ദർഭം മനസ്സിലാക്കി പെരുമാറുക എന്നത് വളരെ പ്രധാനമാണ്. അവളോട് സംസാരിക്കാൻ പോകുന്നതിനു മുൻപ് അവളുടെ പെരുമാറ്റമൊക്കെ നോക്കി അവൾ മറ്റു കാര്യങ്ങളിൽ തിരക്കിലല്ല എന്നും സംസാരിക്കാൻ പറ്റാവുന്ന സാഹചര്യത്തിലാണെന്നും ഒക്കെ ഉറപ്പുവരുത്തുക. 3. സംസാരിക്കാൻ പോകുന്നതിനു മുൻപ് നിങ്ങൾ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവൾ തിരിച്ചു നോക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവൾ തിരിച്ചു നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റിയ സമയമാണ്. 4. ഒരു സൗഹൃദ സംഭാഷണത്തിൽ പരിചയപ്പെടൽ തുടങ്ങുക. ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചൊക്കെ സംസാരം തുടങ്ങാം. 5. നിങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുക. സംസാരം തുടരാൻ അവൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ സംസാരം അവസാനിപ്പിച്ച് പിൻവാങ്ങുക. ഈ രീതി പിന്തുടർന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് പുതിയ ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ കഴിയും.